കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം കുറേ ഞാൻ 1 ബ്ലോക്ക് ഗ്രൈൻഡ് ചെയ്തു. എന്നിട്ട് കിട്ടിയ ബ്ലോക്സ് വെച്ചിട്ട് ഞാൻ ഇതിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡേർട്ട് കിട്ടി. ഞാൻ പിന്നെ ഇപ്പോൾ സ്വാമ്പിൽ എത്തിയിട്ടുണ്ട്. സ്വാമ്പിൽ നിന്ന് കുറേ ഡേർട്ട് കിട്ടി. അവിടെ നിന്ന് പറ്റുന്നത്ര ഡേർട്ട് കളക്ട് ചെയ്തു. കുറേ ഡേർട്ടൊക്കെ ഈ ക്യാക്ടസിൻ്റെ മേലെ വീണിട്ട് പൊട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബ്ലോക്കിൽ ക്യാക്ടസും വരുമല്ലോ. അപ്പോൾ ക്യാക്ടസിൻ്റെ മേലെ വീണിട്ട് കുറേ ഡേർട്ടും ബ്ലോക്കുകളൊക്കെ പൊട്ടിപ്പോയി. പിന്നെ ആ സ്വാമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ചെസ്റ്റ്. അതിലെനിക്ക് XP ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 21 XP കണ്ട ലെവല്. അത് മറ്റേ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മോപ്പ് ഫാമിൽ നിന്ന് കിട്ടിയതാണ്. അത്ര XP അവിടെ നിന്ന് കിട്ടി. ഇത് പൊട്ടിച്ചു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടറിയും ടോട്ടം ഓഫ് അണ്ടൈങ് കിട്ടിയിട്ടുണ്ട്. ഈ വോക്കർ 1 ബ്ലോക്കിൽ സ്പോണായി. അപ്പോൾ നമ്മളതിനെ തല്ലി വന്നിട്ട് ഈ ടോട്ടം ഓഫ് അണ്ടൈങ് കിട്ടിയിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിലത്ത് വീണ ചത്ത് അത്രയ്ക്കുള്ളൂ. അതുപോലെ ഫൈറ്റിന് പോകണമെങ്കിൽ കുഴപ്പമില്ല. ടോട്ടം ഓഫ് അണ്ടൈങ് കൊണ്ട് നല്ല ഉപകാരമുണ്ട്. പിന്നെ ഷീപ്പ് വന്നുകൊണ്ട് തന്നെ നമുക്കൊരു വോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം യൂസ്ഫുൾ ആവും. പിന്നെ ഇവിടെ വെള്ളം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പർ ഒന്ന് പൊട്ടി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ബ്ലോക്കൊക്കെ പോയി. അപ്പോൾ ക്രീപ്പർ ഒന്ന് പൊട്ടിയാലും ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചത്. അപ്പോൾ പിന്നെ ഡാമേജ് അധികം വരില്ല. പിന്നെ ഷീപ്പിൻ്റെ നിന്ന് വൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ വെച്ച് ബെഡ് ഉണ്ടാക്കാം. നിങ്ങൾ കാണിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ ഇങ്ങനത്തെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ബ്ലോക്സ് വയ്ക്കും. ഇവിടെ മോപ്പ് ഫാമിൽ നിന്ന് കിട്ടുന്നത് വയ്ക്കും. ഇവിടെ മറ്റേ കഴിക്കാനുള്ളത് വയ്ക്കും. അതിനാണ് ഇത് ഇങ്ങനെ ഹേബിയിലൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ മറ്റേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വയ്ക്കുന്ന സാധനം. ഈ വൂളൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വൂളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ രാത്രിയെ പറയും നല്ല കാര്യം. അപ്പോൾ നമുക്ക് ഉറങ്ങാം. ആദ്യത്തെ ഇപ്പം എത്ര ദിവസമായെന്ന് അറിയില്ല നമ്മൾ ഈ വേൾഡിലേക്ക് വന്നിട്ട്. ഇപ്പോഴാണൊന്ന് കിടന്നുറങ്ങുന്ന മര്യാദയ്ക്ക്. അയ്യോ, ബെഡ് ആദ്യത്തെ ബെഡ് നീ കുഴിയിൽ വീണ് ചാവണ്ടെന്നാൽ മതി. ബെഡ് വെച്ചിട്ടുണ്ട്. അയ്യോ, ആദ്യമായിട്ട് ഉറങ്ങണം ഈ വേൾഡിന്. ഇവിടുന്ന് കുറേ ഡേർട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമുക്ക് സെൻറ്റർ പാർട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. അതിന് ഇത് തികയായിരിക്കും. അതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഈ വെക്കണതിൻ്റെ ഒരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടോ? അങ്ങനെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ബാക്കി ഒരു സ്റ്റാക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോണല്ലേ. അപ്പോൾ ഈ 1 ബ്ലോക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് വന്നിട്ട് ഇതിൻ്റെ ചുറ്റോറും ഒരുമാതിരി കാട് പോലെ മരങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് മരങ്ങളൊക്കെ വിട്ട് വെച്ച് പുല്ലൊക്കെ ബോൺ മീൽ ചെയ്ത് കുറച്ച് പൂവൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കാനാണ് പ്ലാൻ. പിന്നെ ബേസ് പണിയാൻ പോകുന്നത് ആ ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്ത് തന്നെ പണിയുള്ളൂ, അല്ലാണ്ട് ഈ സ്പോണിൻ്റെ അടുത്ത് പണിയില്ല. ഈ ഭാഗത്തായിട്ടാണ് വല്ല ബേസ് പണിയുണ്ടെങ്കിൽ തന്നെ പണിയാൻ പോണത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മറ്റേ ഡീപ്പ് ഡാർക്ക് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. ശരിക്കും പറയുക ഡീപ്പ് ഡാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം മറ്റേ ഇതിനുള്ളതല്ലേ, ഏത് മറ്റേ അതിൻ്റെ പേര് വാർഡൻ സ്പോണാണ് സ്ഥലമല്ലേ ഡീപ്പ് ഡാർക്ക്. എന്നിട്ട് ഇവർ കോറലും കാര്യങ്ങളൊക്കെ തരുന്നത് സീലാൻഡാണ്. അപ്പോൾ ഒരു ഡീപ്പ് ഡാർക്ക് എന്ന് ഉദ്ദേശിച്ചത് ആഴമേറിയ കടലുകളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റേ വില്ലേജസ് വന്നു. പക്ഷെ അവറ്റകളൊക്കെ നിവിറ്റാണ്. അതുകൊണ്ട് ഞാൻ അവരെ കൊന്നൊന്നുമില്ല. പിന്നെ സോംബിഫൈഡ് വില്ലേജറും വന്നു. അവരെ കൊല്ലാൻ മാത്രം അത്ര ക്രൂരനാന്ന് വിചാരിച്ചത് ഞാൻ. ഞാൻ അവരെ കൊന്നൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ അവർ ഇതിൽ കൂടെ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ചാടി ഇറങ്ങി ഇതിലിങ്ങനെ പോയിട്ട് ഈ മോപ്പ് ഫാമിൻ്റെ ഇതേ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാണെന്ന് അറിയില്ല, ഇങ്ങോട്ട് ചാടി പോകുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ കൊന്നിട്ടൊന്നുമില്ല കേട്ടാ. ഞാൻ കൊല്ലുന്നില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കൊല്ലുന്നില്ല. അവർ തന്നെ പോയതാ, അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തതൊന്നുമല്ല. അപ്പോൾ ഇന്ന് ബേസിന് വലിയ പ്രോഗ്രസ് തന്നെയായിരുന്നു. ഇവിടെ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റാം. ഇതൊന്നും വലിയ കാര്യമില്ല. പോവാക്കെ പോ. പിന്നെ ഇവിടുത്തെ ഈ ഫാമും മാറ്റാൻ കേട്ടാ. ഫാം ഇവിടെ ഇരിക്കണതാണ് ഒരു ഭംഗിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ഈ ഫാമൊക്കെ തൽക്കാലം പോട്ടെ. പിന്നെ രാത്രി മോബ്സൊക്കെ സ്പോണാവും. എന്തിന് രാത്രി? ഞാൻ പോയി ഉറങ്ങട്ടെ. ബെഡായിട്ട് നമുക്ക് എന്താ ചെയ്യാറ്. ബെഡൊക്കെ ആയി. നമുക്ക് മഷ്റൂം കവന് കിട്ടിയിട്ടുണ്ട്. മഷ്റൂം കവെന്നാ പറയണ്ടേ? അങ്ങനത്തെ ഈ പുറത്തൊക്കെ ഇങ്ങനെ കൂണ് മുളയ്ക്കുന്ന കവന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗൾ കൊണ്ടുവന്ന് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഫുഡ് തരും. അപ്പോൾ നമുക്ക് തിന്നാം. സാധാ കവിൻ്റെ പുറത്ത് കൊണ്ടുപോയി ബക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാല് കിട്ടില്ലേ, അതേപോലെ ഇതൊന്നും ഇങ്ങനത്തെ സംഭവം കിട്ടും. കയ്യിൽ ബ്ലോക്കൊന്നുമില്ലേ? ഷിറ്റ്, ബ്ലോക്ക് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഈ ഫാമൊക്കെ അടയ്ക്കാം. അല്ലെങ്കിൽ എന്തിനും ബ്ലോക്ക്.
പക്ഷെ ഇതിനേക്കാൾ ഫാസ്റ്റ് മറ്റും ബ്ലോക്ക് വയ്ക്കുമ്പോഴാട്ടോ ഇത് ഭയങ്കര സ്ലോ. ബ്ലോക്ക് എടുത്തിട്ട് വരാം, അതാണ് നല്ലത്. അയ്യോ അയ്യോ. പിന്നെ ഇതിൽ പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു പെട്ടി ഉണ്ടായിരുന്നില്ല, അതിലിതൊക്കെ കൊണ്ട് വെച്ചേക്കാം. പിന്നെ ഇതിൽ ഇതൊക്കെ കൊണ്ട് വെച്ചേക്കാം. ഇതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യം നമുക്കില്ല. ഓഷൻ്റെ അകത്തുള്ള മറ്റേ ഓഷൻ മോണ്യുമെൻ്റൽ സംഭവങ്ങൾ കിട്ടുന്നത്, അല്ലാണ്ട് ഇപ്പോൾ ഡീപ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ വാർഡൻ്റെ സ്ഥലത്തെത്തി നില കിട്ടുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ ഡീപ് ഡാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ വാർഡൻ ചത്ത് എന്ന് വിചാരിച്ചേ, പക്ഷേ ചത്തില്ല. പിന്നെ ഇപ്പത്തെ സൈഡിൽ ഞാൻ വെള്ളത്തിലൊരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും അറിയാണ്ട് കാല് തെന്നിയിട്ട്, അല്ലാണ്ട് ഞാൻ ചാടണമെന്നല്ല, അറിയാലോ നമ്മൾ പ്രോ ആയതുകൊണ്ട് അങ്ങനെ വെറുതെ ഒന്നും ചാടി പോകുന്നില്ല. കാല് തെന്നി പോയി കഴിഞ്ഞാൽ ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ചേക്കുന്നത്. ഫോണിൽ ഗ്രാസ് ബ്ലോക്കിൽ ചെയ്താലും ഗ്രാസ് കിട്ടാം, അതോ ഗ്രാസ് കിട്ടാം, അതോ ഡേർട്ടിൽ വെച്ചാലും ഗ്രാസ് കിട്ടും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് കുറച്ച് ഇത്ര 55 ബോൺ എടുക്കുക ബോൺ മീൽ. ഓക്കെ, നമുക്കൊന്ന് ബോൺ മീൽ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് കുറച്ച് പൂവൊക്കെ കൊണ്ടുപോകാം. നമുക്ക് പിന്നെ സാപ്ലിംഗ് ഇല്ല കേട്ടോ, അതൊക്കെ അവിടെ കൊണ്ട് വെച്ച് ബ്രിഡ്ജിൻ്റെ ഉണ്ട്, അപ്പോൾ അതെടുക്കാം. പിന്നെ കുറച്ച് പൂക്കൾ എടുക്കാം, അതൊക്കെ എടുത്ത് വയ്ക്കാം അവിടെ. ഓക്കെ, നമുക്ക് ആദ്യം ബോൺ മീൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ബോൺ മീൽ ചെയ്യുമ്പോൾ വലിയ വലിയ പുല്ലുകളില്ലേ, അതധികം വേണ്ട, കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ മാത്രം അവിടെ ഇവിടേക്ക് ആയിട്ട് വളർത്താൽ മതി. ഡേർട്ട് ബോൺ മീൽ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഈ ഗ്രാസ് സ്പ്രെഡ് ആവണ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഷിറ്റ്, സീനില്ല. 3 സാപ്ലിംഗ് ഉണ്ട്, അതിവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. മാറി. ഓക്കെ, ഇപ്പുറത്ത് തന്നെ വെച്ചാൽ സെറ്റ്. ഇനി പൂക്കൾ വയ്ക്കാം. ഇവിടെ പിന്നെ മോബൊക്കെ സ്പോൺ ഔട്ടാ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ടോർച്ച് ചെയ്ത് വെക്കണം. ഇത്രയും ഞാൻ ഇതുവരെയായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും ചെയ്തപ്പോൾ ഈ ടോട്ടം കിട്ടി, ഇതൊക്കെ കിട്ടി, പിന്നെ കുറച്ച് ഡേർട്ട് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ എപ്പിസോഡ് പെട്ടെന്നുണ്ടാക്കിയ എപ്പിസോഡാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ ഡേർട്ടൊക്കെ ഗ്രാസ് ബ്ലോക്കായിട്ട് നമുക്ക് ബോൺ മീൽ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ബോൺ മീൽ ചെയ്യാൻ നിൽക്കുന്നില്ല, എല്ലാം ഗ്രാസ് ബ്ലോക്കായിട്ട് ബോൺ മീൽ ചെയ്യാം. എന്തായാലും ഇവിടെ വന്ന് 1 ബ്ലോക്ക് ഗ്രൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ ഗ്രാസ് ബ്ലോക്ക് ആയിക്കോളും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്താൽ മതി.